ഗുഡ് മോർണിംഗ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ നേപ്പാൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാളിലാണുള്ളത്. നേപ്പാളിൽ കാണ്ടെ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ഇന്നലത്തെ ട്രക്കിങ് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ അവിടെ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കിടന്നുറങ്ങി. കുറച്ച് മുന്നേ എണീച്ച് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ സെറ്റാക്കി, ഫോണും ചാർജും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു, അതൊക്കെ റെഡി ആക്കിയിട്ട് ഇപ്പോൾ നേരെ മുന്നിൽ കാൺട്രോക്കിലേക്കാണ് പോണത്. ഇങ്ങോട്ട് നോക്കി എന്ത് രസമാണെന്ന് പറയും. ഫുള്ള് കോട മൂടി സെറ്റായിട്ട് അടിപൊളിയാണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വെതറും കണ്ടിട്ടാട്ടോ എണീക്കണേ. ഫുള്ള് കോട മൊത്തം. ഇപ്പം നമ്മൾ അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വല്ല ലിഫ്റ്റ് വല്ലതും കിട്ടുമോ നോക്കണം. അങ്ങനെ ട്രക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഏകദേശം ഇവിടുന്ന് 27 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി കാൺട്രോക്കിലേക്ക്. കാൺട്രോക്ക് ആക്ച്വലി ഒരു വില്ലേജാണത്. അവിടുന്ന് നമുക്ക് ഏകദേശം ഹിമാലയം എന്ത് ചെയ്യുക നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. നമ്മളെ ബേസ് ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇതേപോലത്തെ ട്രാവൽസ് വണ്ടികളും കാര്യങ്ങളൊക്കെ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ബസ്സുകളൊക്കെ ഉണ്ട്. ഫുള്ള് കോട മൂടി കിടക്കുക കേട്ടോ. ആക്ച്വലി എന്താ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് കറക്റ്റായിട്ട് കാണാൻ പോലും കഴിയുന്നില്ല. ഇങ്ങോട്ടൊക്കെ ഫുള്ള് മൗണ്ടൻസ് ആണ് ശരിക്കും വരുന്നത്. പക്ഷേ മൗണ്ടൻ ഫുള്ള് ഇപ്പോൾ ഈ മൂടി വെതറായതുകൊണ്ട് ഫുള്ള് മൂടി കിടക്കുക കേട്ടോ. കണ്ടില്ല എന്ത് രസമാണ് നോക്കി. രാവിലെ തന്നെ ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7 മണി സമയം ആവുന്നേ ഉള്ളൂ. അത് ഇവിടുത്തെ ആംബുലൻസ് ആട്ടോ. ഇവിടെ ഇതേപോലത്തെ വണ്ടികളാണ് ആംബുലൻസ് ആയിട്ട് ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കോൾഡിൻ്റെ ഒരു സീൻ കൊണ്ട് ശരിക്കും ഞങ്ങളൊക്കെ ഒരു 3 ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതാ ഫ്രണ്ടിലൊരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഒരു ഹുഡീസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു സ്വെറ്റർ പോലത്തെ വേറെ സാധനം ഇട്ടിട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും തണുപ്പാണ് ഇവിടെ. ഇന്നലെ രാത്രിയൊക്കെ കിടന്നിട്ട് തണുപ്പിൻ്റെ ഒരു കാഠിന്യം കൊണ്ട് ശരിക്കും കിടക്കാൻ കഴിയില്ല, അത്രയും തണുപ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ പോണ പ്ലേസ് അതിലേറെ തണുപ്പ് കൂടിയിട്ടുള്ള പ്ലേസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ കൃഷികളാണ് കേട്ടോ. കൃഷികളുണ്ട്, അതേപോലെ ആടുകൾ തൊയ്ത്താണിത്. അതൊക്കെ കൃഷിയാണ്. ഈ കാണുന്ന കേട്ടോ നമ്മുടെ കാബേജ് വരുന്നത്. ദിസ് ഈസ് കാബേജിൻ്റെ ചെടിയാണ് അവിടെ കാണുന്നത്. ഇതൊക്കെ കൃഷികളാണ് ഇതൊക്കെ. നമുക്ക് അടുത്ത ഇന്നത്തെ ഡേയിൽ ഫസ്റ്റ് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദേ ആർ ഫ്രം ഗുജറാത്ത്, ഫ്രം ഇന്ത്യ. ബ്രോ, വാട്ട്സ് യുവർ നെയിം? യാഷ്. ഓ നൈസ് നെയിം. ബ്രോ, യോസ്? യോസ്? ഓരോ ആക്ച്വലി നമ്മൾ ഇന്നലെ പോയിട്ടുള്ള ആശ്രയ ക്യാമ്പിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഇവർ. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ട്രക്കിംഗ് ഉണ്ട്. സോ ദേ ആർ ഗോയിങ് ടു ദ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മളെ ഇറങ്ങുന്ന സമയത്ത് ലിഫ്റ്റ് കിട്ടിയാണ്. സോ താങ്ക് യു ഗൈസ്. വെൽക്കം. ഡ്രോപ്പ് ചെയ്തത് നമ്മളെ പിള്ളേർ ചെക്കന്മാർ പോയിട്ട് നമ്മളെ ഗുജറാത്തിലുള്ള പിള്ളേർ പോയി. ഞങ്ങൾക്ക് പോകേണ്ട റൂട്ടാണ് ആ റൂട്ട്, അതിലെങ്ങനെ കയറി പോകേണ്ടത്. സോ നമുക്ക് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങളുടെ ബാക്കിൽ വണ്ടിയൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ റൂട്ടിൽ നമുക്ക് മാപ്പിൽ നമുക്ക് ഈ റൂട്ടൊക്കെ കാണിക്കണം. അപ്പം ഇനി ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വേണം പോകാൻ. കാൺട്രോക്ക് എന്ന് പറഞ്ഞ വില്ലേജാണ്. ഏകദേശം കുറച്ചുകൂടി പോകാണ്ട്, ഇതിലൂടെ കയറി പോകാണ്ട്, കുറേ പോകാണ്ട്. വൈകളില്ലെങ്കിൽ നമ്മൾ നടന്ന് പോകണം. ഞങ്ങൾ രാവിലത്തെ നമ്മളെ ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ നേരത്തെ ഇവിടെ കാറിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ അടുത്തൊരു കട ഉണ്ട്, അവിടെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ചായ അടിക്കാൻ വെച്ചിട്ട് ഇങ്ങനെ കയറിയിട്ടില്ല. അപ്പം രാവിലത്തെ ഒരു കോഫി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഒരു ബോയിൽഡ് എഗ് പറഞ്ഞിട്ടുണ്ട്, അത് കഴിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് കയറേണ്ട പ്ലേസ് ആണ് അതായി കാണുന്നത്. ഇങ്ങനെ കയറി പോകണം കേട്ടോ. ഏകദേശം 17 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. ഏകദേശം 4 മണിക്കൂറിലധികം ഉണ്ട്. ഇങ്ങനെ ഏറ്റവും ടോപ്പിലാണ്, ഇത്ര ലോങ് ആണ്. അത് കാണാനല്ല, അതിൻ്റെ ടോപ്പിലുണ്ട് ഫ്ലോർ, അവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ്, അതേപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, മാഗി സാധനങ്ങൾ, ചോക്ലേറ്റ്, അതേപോലെ തന്നെ ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യം കഴിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് താഴേന്ന് വണ്ടി ഉണ്ട് ശരിക്കും. ഒരാൾക്ക് രണ്ടാൾക്ക് എത്ര 1200 അല്ലോ, 1200 രൂപ പറഞ്ഞത് നേപ്പാളി പൈസ കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഏകദേശം ഒരു 600 രൂപ നേപ്പാളി പൈസ വരുന്നത്. അപ്പോൾ ഞങ്ങളെന്താ നടക്കാമെന്ന് വെച്ച് നടന്നാട് കയറുകയാണെങ്കിൽ നൈസായിരിക്കും. വില്ലേജൊക്കെ കണ്ട് കയറാൻ വരുന്ന വഴിക്ക് വല്ല വണ്ടികളൊക്കെ ഉണ്ടാവും, മറ്റേ എന്താ പറയുക ചെറിയ ട്രക്ക് പോലത്തെ വണ്ടികളൊക്കെ ഉണ്ടാവും. അതിന് ലിഫ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ മേലോട്ട് കയറി പോകുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ നമ്മൾ നേപ്പാൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാൺട്രോക്ക് വില്ലേജിലേക്ക് പോകട്ടെ. നമ്മൾ ഫുള്ള് മലകളാണ്, ചുറ്റും മലകൾ. ഈ വഴി ഇങ്ങനെ ആ വണ്ടി വരുന്ന വഴിയിലൂടെ കയറി പോകണം. കാൺട്രോക്കിലേക്ക് നിങ്ങൾക്ക് 2 വിധത്തിൽ പോകട്ടെ. ഇവിടുന്ന് നമുക്ക് ടാക്സി ഉണ്ട്, ടാക്സി വിളിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നടന്ന് പോവാം. പക്ഷെ നടന്ന് പോകണമായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ബെറ്റർ എന്ന് പറയുന്നില്ല,
ബെറ്റർ എന്ന് പറയുന്നില്ല, കാരണം നടക്കാൻ അത്യാവശ്യം നല്ലതായിട്ട് നടക്കാനുണ്ടാവും. പക്ഷേ അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോകാൻ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ലിഫ്റ്റ് അടിച്ച് പോകണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടുന്ന് വണ്ടി ഉണ്ട്, വണ്ടിയിൽ കൊണ്ടുപോവുകയും ചെയ്യും, എല്ലാ സെറ്റപ്പും ഉണ്ട്. നമുക്കിനി ഇത് ഫുള്ള് നടക്കണം. ഇനി നമുക്ക് ലിഫ്റ്റാണ് നമ്മളെ മാർഗം. അതേപോലത്തെ സുമോസ് ഉണ്ടാവും കേട്ടോ. ഒന്ന് വൈക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. നമുക്ക് ആ ടോപ്പിലാണ് പോകേണ്ടത്. നമുക്കിതൊക്കെ നടന്നിട്ട് കയറണം. ഇവിടെ കണ്ടില്ലേ ഒരു അരുവി, ഇങ്ങനെ നദി പോകുന്നുണ്ട് ഇതിലൂടെ ഇങ്ങനെ. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി ഫുൾ കല്ലുകളാണ് മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഈ ഒരു നമ്മളെ നദീൻ്റെ, അതായത് ഈ ഒരു നദീൻ്റെ വെള്ളത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറിലെ വെള്ളം, അത്രയും പ്യൂറായിട്ടുള്ള വെള്ളമായിരിക്കും. അതാണ് ഈ ഇത്ര കളർ, ഈ ഒരു കളർ വരുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം അങ്ങനെ എത്തി. ഇവിടുന്ന് നമ്മൾ അന്നപൂർണ്ണ സർക്യൂട്ടൊക്കെ ഇതിലേട്ടാ പോവുക. ആ റൂട്ടാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് കാൺട്രോക്ക്, പിന്നെ അങ്ങനെ വേറൊരു വില്ലേജ് ഉണ്ട്. അങ്ങനെ 3 വില്ലേജ് 4 വില്ലേജ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു അന്നപൂർണ്ണ വരുന്നത്. ഏകദേശം അന്നപൂർണ്ണ പോകണമെന്നുണ്ടെങ്കിൽ അന്നപൂർണ്ണ ട്രക്കിങ് ഇവിടെ വരുന്നത് ഏകദേശം 5 days ആണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പോകുന്ന കാൺട്രോക്ക് ഏകദേശം വരുന്നത് എന്ന് പറഞ്ഞാൽ 3 രാത്രിയും 4 പകലാണ് ശരിക്കും ഞങ്ങൾ പോണ ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ പോയി നോക്കുകയാണ് എങ്ങനെ എന്താ കാര്യങ്ങളൊന്നൊക്കെ. നമുക്ക് മെയിനായിട്ട് പ്ലാൻഡൊന്നുമില്ല. സോ അവിടെ ചെന്നിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്ത് ഇങ്ങനെ നോക്കി പോകും കേട്ടോ. ഇതാ ഇതേപോലത്തെ കൊട്ടവണ്ടികളൊക്കെ വരണം, എന്നാലേ നമുക്ക് ഇനി ഇവിടുന്ന് പോക്ക് കിടക്കുള്ളൂ. ഫുള്ള് നല്ല അടിപൊളി വലിയ മൗണ്ടൈൻ ആട്ടോ ഒക്കെ. ഇവിടെയൊക്കെ ലാൻഡ്സ്കേഡൊക്കെ വന്നിട്ട് ഇതൊക്കെ നശിച്ചിട്ടുണ്ട്. ഈ ഒരു വഴി വന്നപ്പോൾ കണ്ടാട്ടോ, ഇവിടെ ഒരു ഡാമിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ ഡാമിൽ വെള്ളം കെട്ടി, അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ വെള്ളം ഉണ്ട്. ഇവിടെ ഡാം ഉണ്ട്. അപ്പോൾ വെള്ളം ഇവിടെ കെട്ടി നിർത്തിക്കാനുള്ളത് ഈ ഒരു സൈഡിലായിട്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ലാൻഡ് സൈഡ് നടന്നിട്ടുള്ള കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് പൊട്ടിച്ചിട്ട് ചെറിയ സിമെൻറ്റ്, അതായത് നമ്മൾ എംസാൻഡ് പോലത്തെ പൊടിയാക്കിയിട്ട് എന്ത് ചെയ്യാണ്, നേരെ ഇവിടുന്ന് അപ്പുറത്ത് ലോറി ഉണ്ട്, ആ ലോറിയിൽ കൊണ്ടുപോവാണ് ചെയ്യണത്. അപ്പോൾ നമ്മളെ ഗാൻഡ്രൂക്കിലേക്ക് കയറുന്ന മെയിൻ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെർമിറ്റ് എടുക്കണം. ഒരാൾക്ക് ഇവിടുന്ന് പെർമിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപയാണ് പെർ പേഴ്സൺ വരിക. അതായത് ആ ഒരു പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അന്നപൂർണ്ണ ട്രക്ക് വരെ കയറാൻ വേണ്ടി സാധിക്കും. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഓൺലൈൻ എടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ല, അതിനുള്ള സൊല്യൂഷനാണ് പറഞ്ഞത്. ഓൺലൈനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊക്കാരയിൽ നിന്ന് ഓൺലൈനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് 1000 രൂപ ചാർജ് വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, മുമ്പേറ്റ് സംസാരിച്ചിട്ട് മുമ്പ് 1000 ചെയ്തു തരാൻ ഒരാൾക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റീസ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാം ഉണ്ട്. ഇവിടെ ഫാമിൽ എന്ത് ചെയ്ത് ഞങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുള്ള പെർമിഷൻസ് പുള്ളി സെറ്റാക്കി തന്നിട്ടോ. അപ്പം ഇനി ഇവിടുന്ന് ഫുഡ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് മേലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് പോകാനുള്ള റൂട്ട് തന്നെ ഈ കാണിക്കുന്നതാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതിലെങ്ങനെ കയറി പോകണം. അവിടെ ഒരു പാലം വരുന്നുണ്ട്. ആ പാലത്തിൻ്റെ അടുത്താണ് എന്ത് വരുന്നത്, ചെക്കിംഗ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പെർമിറ്റ് കാണിച്ചിട്ട്, അതായത് ഇതിൻ്റെ അപ്പുറത്ത് പാലത്തിൻ്റെ അപ്പുറത്ത് പെർമിറ്റ് കാണിച്ചിട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പോൾ അതാ ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേയിൽ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അനുവദിച്ചു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാം. ഞങ്ങൾക്ക് പാനി വേണമല്ലേ, അവനോട് ചോദിച്ചു നോക്കാം. ഞങ്ങൾ ഞാൻ ഫുഡ് പനാത്തട്ടെ. അവിടെ നല്ലൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അടിച്ചുകൊണ്ട് ഒരു ഫാൻ ഉണ്ട്, അത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വാഷ് ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെള്ളം കേട്ടോ. ഇതാ ഈ ബ്ലൂ കളർ വാട്ടർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടറാണ്. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് നല്ല ക്ലിയറും കേട്ടോ. ഭയങ്കര തണുപ്പാട്ടോ സാധനം, ഭയങ്കര തണുപ്പാണ്, രക്ഷയില്ലാത്ത തണുപ്പാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് സാധനമൊക്കെ എടുത്ത് നേരം എന്ത് ചെയ്യണം, പഹാട് പിടിക്കണം നമുക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡ്രസ്സ് എന്ത് വെച്ചാൽ ഇതേപോലെ യാത്രയിലൊക്കെ വാഷ് ചെയ്യലുണ്ട്. ഇതേപോലത്തെ അരുവി കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവിടെ നിന്ന് വാഷ് ചെയ്യലാണ് സംഭവം. അപ്പോൾ ഈ വാഷിംഗ് പരിപാടി കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. ഏകദേശം 17 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഗാൻഡ്രൂക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകുള്ളൂ. നാളെയാണ് ഗാൻഡ്രൂക്ക് കയറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതായത് ഗാൻഡ്രൂക്കിലേക്ക് ഇവിടുന്ന് 17 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് വൈകുന്നേരം ഗാൻഡ്രൂക്ക് ഏരിയയിൽ എവിടെയൊക്കെ പോയിട്ട് ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി ഫുഡൊക്കെ ഉണ്ടാക്കി കിടന്നുറങ്ങണം. നാളെ രാവിലെ ഗാൻഡ്രൂക്ക് വില്ലേജ് കയറാന്നുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഞങ്ങളിവിടെ ഫ്രഷപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡ്രസ്സ് ഒന്ന് വാഷ് ചെയ്യാണ്ടായി, അതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നമ്മളെ യാത്ര തിരിക്കുകയാണ്. നമ്മൾ വാലിയിൽ നമ്മൾ കുളിയും പരിപാടിയൊക്കെ കുളിച്ചിട്ടില്ല, സോറി ഇതിൽ കയറിയല്ലോ, കുളിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് തലയൊക്കെ ഒന്ന് നനച്ച്. ഭയങ്കര തണുപ്പാട്ടോ.
അങ്ങോട്ട് നമ്മളെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാണ്ട് അതൊക്കെ വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് റോട്ടിലേക്ക് നടക്കുകയാണ്. നല്ല വണ്ടിയെല്ലാം കിട്ടിയിട്ട് വേണം കയറി പോകാൻ. അവിടെ ഒരു കഫേ ഉണ്ട് ഇവിടെ നിന്ന് ബസ് അങ്ങോട്ട് കയറല്ലേ, നമുക്ക് മേലോട്ടാണ് പോകാനുള്ളത്. ഇതിൽ പോയോട്ടെ. ഗാൻഡ്രോക്ക് വില്ലേജ് ആട്ടത്. ഗാൻഡ്രോക്കിലേക്ക് കഴിയുന്ന മെയിൻ എൻട്രൻസ് ആണിത്. ഒരു വണ്ടി വരുന്നുണ്ട്. വണ്ടി ഉണ്ട്, കിട്ടിയ സെറ്റാ. ഡ്രോപ്പ് ബാക്ക് സൈഡ് എടുത്തില്ല. അതിൽ എന്താ വെച്ചാലേ ബാക്ക് കയറാന്ന് പറഞ്ഞാൽ കയറ്റിയില്ല. ആ കാണുന്നതാണ് നമ്മളെ ഗാൻഡ്രോക്ക് വില്ലേജിലേക്ക് കയറുന്ന മെയിൻ ഗേറ്റ്. ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞ് കയറി അകത്ത് കയറി ഇനി നമുക്ക് അവിടെ എത്തണം. ആ കാണുന്ന മലയിലെത്തണം. ഞങ്ങൾക്ക് ഇതാ കാണുന്ന വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിട്ടു. ഏകദേശം നമ്മൾ നേരത്തെ കാണിച്ചുള്ള പ്ലേസിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ മറ്റും ഞങ്ങൾക്ക് ലിഫ്റ്റ് കിട്ടി. അതുപോലെ ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ മേലേക്ക് അങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞ് ഇവിടെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾക്ക് വേറെ വണ്ടി അറേഞ്ച് ചെയ്തതിന് ശേഷം അത് 500 rupees ആണെന്ന് പറഞ്ഞു. ഒരു സുമോ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വേണ്ട, ഞങ്ങൾ നടന്ന് പൊക്കോളാം പറഞ്ഞു. ഒരു മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് വണ്ടിക്ക് പോയി പെയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി നമ്മൾ പോകുന്നത് ഒരതിലെ ലെഫ്റ്റ് എടുത്ത് പോവാണല്ലോ. ഇതിവിടെ ഗ്രാമത്തിലെ ഒരു ചേച്ചിയാട്ടോ. ചേച്ചി ഇതാ ഇവിടെ പുല്ലുകൊണ്ട് പായ ഉണ്ടാക്കുന്നുണ്ടോ. വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ 2 സൈഡിൽ 2 പലക പോലത്തെ സാധനം വെച്ചിട്ട് സെൻറ്ററിലൊരു പലക വെച്ചിട്ട് നമ്മുടെ നൂല് സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചു വെച്ചിട്ട് അതിലേക്ക് ഈ മറ്റേ നമ്മുടെ എന്താ പറയുക വൈക്കോൽ ഇങ്ങനെ കയറ്റിയിട്ട് അവിടുന്ന് ഇനിയിപ്പോൾ പലക ഇങ്ങോട്ട് പ്രസ് ചെയ്യും കേട്ടോ. കണ്ടോ, അങ്ങനെ പ്രസ് ചെയ്ത് അടുപ്പിച്ചിട്ട് പുൽപ്പായ ഉണ്ടാക്കുകയാണ് ഇവിടെ. അതേപോലെ തന്നെ പുള്ളിക്കാരുണ്ടാക്കിയതാണ് ഇത്. ഈ ഒരു കാണുന്ന ഒരു ഒരേ പോലത്തെ സെറ്റപ്പ് കേട്ടോ. ആർട്ടിസ്റ്റ് കണ്ടോ, അതിൻ്റെ ഓരോന്നുള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുവരണത്. ഒരാൾ താമസ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ഏരിയയിൽ അവിടെ ഇവിടെ 1-2 വീടുകളൊക്കെ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ടെൻ്റ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ടെൻ്റ് അടിക്കണം എന്നെനിക്ക് ചെറിയ പ്രോബ്ലം കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടെൻ്റ് നൈസായിട്ട് വെള്ളം അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിൽ ടെൻ്റ് അടിക്കൽ എടുക്കില്ല. അപ്പോൾ എന്താ പറയുക, ഒന്ന് കവേർഡായിട്ടുള്ള ഏതെങ്കിലും പ്ലേസ് നോക്കി ടെൻ്റ് അടിക്കണം, ഫുഡ് ഉണ്ടാക്കണം. നമ്മൾ കയറിപ്പോണ വഴികളാട്ടോ അതൊക്കെ. അവിടെയൊക്കെ ചുറ്റും മലകളാണ്. ഇത് കഠിനമായിട്ടുള്ള വലിയ മലകൾ കേട്ടോ. ഒക്കെ വില്ലേജുകളാണ് കാണാനൊക്കെ ആ മലകൾക്കുള്ളിലൊക്കെ. അവിടെ ഒരു വീടുണ്ട്, ആ വൈക്കമ്മ ഇറങ്ങി വന്നേ. അതങ്ങനെ കയറിപ്പോണം. നമ്മളെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പൊക്കെ ഇതേ റൂട്ടാട്ടോ വരുന്നത്. കാരണം ഞങ്ങൾ അന്നപൂർണ്ണ കയറുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഞങ്ങൾ നേപ്പാൾ വന്നത് സത്യം പറയുകയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിച്ചൊന്നുമല്ല. റീസെൻ്റ്ലി ഹാപ്പൻ. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. സ്ലീപ്പിംഗ് ബാഗ്, ഫുഡ് ഉണ്ടാക്കാനുള്ളത്, ഡ്രസ്സസ്, കാര്യങ്ങൾ. പെട്ടെന്നുണ്ടായ നേപ്പാൾ ട്രിപ്പ് ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് ഷോർട്ട് ഉണ്ട്. അപ്പോൾ അതാ ഇവിടെ ഞങ്ങളൊരു ഷോപ്പൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. ഇവിടെ വന്നാട്ടോ. ഇവിടെ എവിടെയെങ്കിലൊക്കെ ടെൻ്റ് അടിക്കാൻ കഴിയുമോ നോക്കണം. ഫുഡ് ഉണ്ടാക്കണം. ഇത് എന്ത് വ്യൂ ആ നോക്ക്, നല്ല ഭംഗിയാട്ടോ. ബാഗ് ഉടച്ചോ, ബാഗ് ഉടക്കട്ടെ. ഇവിടെ ചോദിച്ചോക്കണം അടിക്കാൻ പറ്റുമോ എന്നുള്ളത്. നേരത്തെ കണ്ട പ്ലേസിലാണല്ലോ കേട്ടോ. ഞങ്ങളിവിടെ ബാഗ് സാധനങ്ങളൊക്കെ വെച്ച്. ഇതാണ് നമ്മളെ ചാച്ചൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഷോപ്പുണ്ട്. ഇവിടെ ഷോപ്പിൽ നമ്മൾ ചായ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവിടെ കട വരുന്നത് ഇതാ. അതിൻ്റെ പുറത്ത് നമുക്ക് നല്ല വാട്ടർ ഉണ്ട്. ഇത് നാച്ചുറൽ വാട്ടർ ആട്ടോ. മറ്റേ ദുൽഖർ പറയുന്നതായിരിക്കും കംപ്ലീറ്റ് മിനറൽസ് ആയിരുന്നില്ലേ, അതേപോലെ നല്ല വെള്ളം കേട്ടോ ഇത്. നമുക്ക് ഇനി ഇവിടുന്ന് 2 മണിക്കൂറുണ്ട്. അപ്പോൾ ഞങ്ങളെന്താ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനിലാണ്. സീ ദ ലൊക്കേഷൻ ഗൈസ്. നല്ല ഭംഗിയില്ലേ, നല്ല വ്യൂ ആട്ടോ. ഇവിടെ പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഇവിടെ സ്റ്റേ അടിക്കാനുള്ള പരിപാടി നോക്കണം. ദാറ്റ്സ് അവർ മെയിൻ പ്ലാൻ ആക്ച്വലി. നല്ല മനുഷ്യനാട്ടോ, നല്ല സ്നേഹമുള്ള ആളാണ്. ഞാൻ പരിചയപ്പെടുത്തി തരാം. चाचा आपका थोड़ा इंट्रोड्यूस करो, आपका नाम? मेरा नाम धनका जी है। धनका जी है। ये चाचा का घर है इधर से।
हम अभी चाय बनाते हैं, चाय पिएगा, सही है ना? അവിടെ കാണുന്ന പ്ലേസിലേക്ക് ശരിക്കും പോകണേ. പക്ഷെ അവിടെ വെതർ ഫുള്ള് മൂടിയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് ആയി വരുന്ന സമയം കൂടുന്നതോറും ഭയങ്കര തണുപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഇവിടുന്ന് രാവിലെ ഏകദേശം നോക്കി കഴിഞ്ഞാലൊക്കെ ഏകദേശം നമ്മളെ ഹിമാലയാസ് കാണാൻ വേണ്ടി കഴിയും. ഇതിന് ടോപ്പ് ഇവിടുന്ന് നല്ല കുറച്ചുകൂടി ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനിപ്പോൾ ഞങ്ങൾ എന്തായാലും രാവിലെ പോകാനുള്ള പ്ലാനിലാണല്ലോ. ഞങ്ങൾ ഇവിടെ നൈസിൽ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണല്ലോ. അവിടെ കുറേ വില്ലേജസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കാൺട്രോക്ക് ഇതാ ഈ കാണുന്ന മലൻ്റെ മേലക്കൊക്കെ ബസ് ഉണ്ട് കേട്ടോ. ബസ്സിന് വേണമെങ്കിൽ വരെ ഒരാൾക്ക് അടിയിൽ നിന്ന് 600 രൂപ ആണ് വരുന്നത്. 600, 300 ഓരോ ഡിപ്പെൻസ് പ്രൈസാണ് വരുന്നത്. ഇതിങ്ങനെ ഈ കാണുന്ന മല മൊത്തം കയറിയിട്ട് അങ്ങനെ പോട്ടോ അതാണ് ടോപ്പിലേക്ക് എത്തും. ബട്ട് ഞങ്ങൾ നടന്ന് കയറി ഞങ്ങളിതവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അവിടെ നേരത്തെ നമ്മൾ കണ്ട ചേട്ടൻ്റെ വീട്ടിൽ നമ്മളെ ബാഗും സാധനങ്ങളൊക്കെ സേഫായിട്ട് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇത് നടക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ താഴെ കാണുന്നത് ആ കാണുന്നത് സ്കൂളാണ്, ആ റെഡ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഏകദേശം സ്കൂളൊക്കെ പിള്ളേരൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അവിടെ ഒന്ന് പോയി നോക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ നടന്ന് നോക്കാം കേട്ടോ. ഏകദേശം ഇങ്ങനെ അത്യാവശ്യം നടക്കാണ്ട് അത്യാവശ്യം ദൂരെയാണിത്. അപ്പോൾ സൈഡിൽ മലമുകളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ആരോ പറഞ്ഞ പോലെ ചുറ്റും മലകളും അതേപോലെ മഞ്ഞ പൂക്കളും എന്നൊക്കെ പറഞ്ഞ പോലെ ചുറ്റും മലകളും മഞ്ഞ പൂക്കളും. ചില ആളുകൾ താമസിക്കുന്ന വീടുകളാട്ടത്. നമ്മളെ വുഡ് വെച്ചിട്ടുള്ള വീടാണ്. വുഡെല്ലാം മുള വെച്ചിട്ടാണ്. അതേപോലെ ഈ സൈഡ് കണ്ടോ ഷീറ്റ് വെച്ച് മറച്ച വീടാണ്. അതേപോലെ അപ്പുറത്തെ വീടുകൾ പറഞ്ഞാൽ കല്ല് വെച്ചിട്ടുള്ള വീടുകളാണ്. ശരിക്കും നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരല്ലേ. നമുക്കൊക്കെ സ്ഥലങ്ങൾ പോരാത്ത പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. 5ഉം 6ഉം റൂമുകൾ കിടന്നുറങ്ങാൻ. ഇവിടെയൊക്കെ ആളുകൾ താമസിക്കണമൊക്കെ ഈ ഒരു വീട്ടിലേക്കാണ് ഒരു കുടുംബം താമസിക്കണേ നമ്മളെ പോലത്തെ. കാൺട്രൂക്കിലെ ഒരു വില്ലേജാണ് കേട്ടത്. വില്ലേജിലെ വീടുകളൊക്കെ എക്സാക്റ്റ് കാൺട്രൂക്കിൽ എത്തിയിട്ടില്ല. അതിൻ്റെ അടുത്തായിട്ടുള്ള പ്ലേസാണ് നമ്മളുള്ളത്. ഇവിടെ ഇനി 2 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. ഇതവിടെ പിള്ളേർ ഇതവിടെ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ താഴത്തോട്ട് സ്കൂളുണ്ട്, പഹാഡി ഡോഗ്സ്. വൈദന എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടുത്തെ എന്താ പറയാ മലകളിലുള്ള തക്കാളിയാണെന്നും പറയുന്നുണ്ട്. തക്കാളിയാണെന്നും പറയപ്പെടുന്നുണ്ട്. തക്കാളി അല്ലത്, തക്കാളിയാണെന്ന് പറഞ്ഞ കാട്ടുതക്കാളിയാണിത്. അതായത് വൈദനയല്ല തക്കാളി അല്ലാത്ത ഒരു കോലത്തിലുള്ള സാധനം. ഇവിടെ ഇവരെ മെയിൻ കൃഷിയാട്ടത്. ഈ കാണുന്നത് കോളിഫ്ലവർ ആണിത്. കോളിഫ്ലവറാണ് ഇവിടുത്തെ ഈ മൗണ്ടൻസിലുള്ള ഇവരുടെ മെയിൻ ആയിട്ടുള്ള കൃഷി. അതേപോലെ തന്നെ ഇവിടെ അതൊരു കൃഷിയുണ്ട്. പക്ഷെ ഇതെന്താ അതിൻ്റെ പേരൊന്നും കറക്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി ഇത് ഗ്രീൻ പീസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതേപോലത്തെ ഒരു ചെടിയാണ് ഗ്രീൻ പീസായി വരിക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റൊക്കെ ഇതാണ് ഈ ഗ്രാമം. നേരെ താഴത്തൊരു വീടുണ്ട്. അവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. അവിടുത്തെ അങ്ങോട്ടുള്ള വ്യൂ ഒരു രക്ഷയുണ്ടല്ലോ. ആ വ്യൂ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചേച്ചി ഇത് അവിടെ ഇങ്ങനെ നനക്കുന്നുണ്ട് കേട്ടോ ഒരു കൃഷി. ഇതെന്താ കൃഷി എന്ന് വെച്ചാൽ ഒനിയനാണിത്, ഉള്ളീൻ്റെ കൃഷിയാണിത്. ഇവിടെ വേറെ കൃഷിയും കൂടി ഉണ്ട് കേട്ടോ. ഇത് രസമുള്ള ഗ്രാമമല്ലേ. വീടുകളൊക്കെ നോക്ക് ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ ഇവിടെ ഒരു ചേച്ചി ഇതാ ഒരു ചുരുട്ടൊക്കെ വലിച്ചിരിക്കണേ. ഇവിടെ നമ്മുടെ ആലേൻ്റെ പണിയായിട്ട് നടത്തും. നമ്മൾ ആടിൻ്റെ ഒക്കെ തൊയ്ത്തുണ്ടല്ലോ, ആ തൊയ്ത്താണ് കാണുന്നത്. ആ തൊയ്ത്തിനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. സ്കൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ നേരെ ഇവിടെ താഴെ തന്നെ സ്കൂൾ. രാവിലെ തന്നെ എണീച്ചിട്ട് സ്കൂളിലേക്ക് പോകണം. മൊമെൻറ്റ് കുളിച്ചിട്ട് അത് രാവിലത്തെ ഈ ഒരു എന്താ പറയുക ഈ ഒരു തണുപ്പത്ത് കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും കേട്ടോ. തലയൊക്കെ മാത്രം ജസ്റ്റ് നനച്ചിങ്ങനെ പോകേണ്ടി വരും. നല്ല രസമായിരിക്കും ഇവിടെ. ഒരു വീട് സത്യം പറഞ്ഞാൽ ഒരുപാടധികം ഭംഗിയുള്ള വീടാണ്. കല്ലുകൾ അടുക്കിയിട്ടുള്ളൊരു വീടാണിത് കണ്ടോ. ഓരോ കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് ഈ വീടുകൾ ഉണ്ടാക്കിയത്. എന്ത് രസമാണെന്ന് അറിയോ. ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. അതേപോലെ ഇതിൻ്റെ മേലുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു തരം കല്ലാണിത് ഈ കാണുന്നത്. ഭയങ്കര രസമുള്ള വീടാണ് ഇവരുടെ. ഇതൊക്കെ നമ്മൾ ശരിക്കും റിയൽ ലൈഫിൽ വന്നിട്ട് ഇത് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു കാഴ്ചകളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും മനോഹരമാണ് ഈ ഒരു വില്ലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ
അവിടെ മറ്റൊരു വീട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഡിഫറെൻറ്റ്, എൻ്റെ ഡിഫറെൻ്റ് ആട്ടോ. ഇതും അതും തമ്മിൽ നല്ല മാറ്റമുണ്ട്. ഇത് കരിങ്കല്ല് കൊണ്ടുള്ളതാണ്, അത് ഏകദേശം ഇഷ്ടിക പോലുള്ളൊരു സംഭവം കൊണ്ടിട്ടുണ്ടാക്കിയതാട്ടോ. പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഈ പടച്ചോൻ്റെ ദുനിയാവ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അതിൽ മാത്രമുണ്ട് ശരിക്കും ഇത് കാണാൻ. ഇതൊന്നുമല്ല, നമ്മളതൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാണെങ്കിൽ. നമ്മൾ കാണാനൊക്കെ ഇനി ഒരുപാടധികം കാര്യങ്ങൾ കിടക്കണില്ല നമ്മുടെ ഈ ലോകത്ത് കേട്ടോ. കിട്ടുന്ന സമയങ്ങളിലൊക്കെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊക്കെ തരം അനുഗ്രഹങ്ങളാണല്ലോ ദൈവം ഈ ലോകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതുപോലത്തെ ഗ്രാമങ്ങൾ, ഒരുപാട് മനുഷ്യന്മാർ, ഓലെ ജീവിത രീതികൾ, ഓലെ വസ്ത്രധാരണ, ഓലെ ഭക്ഷണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ ഒരു യാത്രകളിൽ നിന്നിട്ടോ. ഇപ്പോൾ ഞങ്ങളിത് അവിടെ സ്കൂളിലെത്തിയിട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിലെത്തി. ഇതാണ് നമ്മളെ സ്കൂള്, ബർണ സെക്കൻഡറി സ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര്. അത്യാവശ്യം വലിയ സ്കൂളാട്ടോ. നല്ല രസമുള്ള വ്യൂ. ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നെട്ടിപ്പോവും. കാരണം അത്രയും അടിപൊളി. അങ്ങോട്ട് നോക്ക്, എന്ത് രസമുള്ള വ്യൂ ആണ് നോക്ക്. ചുറ്റുമല, ഇങ്ങനത്തെ അത്യാവശ്യം നല്ലൊരു വ്യൂ കാണുന്ന നല്ലൊരു സ്പേസ്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ. ആഹാ, ഡെയിലി ക്ലാസ്സിലേക്ക് വരാൻ തോന്നുന്നുണ്ടോ? ക്ലാസ് കട്ടാക്കാൻ എന്തായാലും തോന്നൂല. ഫുള്ള് പോസിറ്റീവ് ആയി പോയി സത്യം പറയാണെങ്കിൽ. കാരണം അത്രയും രസമാണ് ഇവിടെ. നമുക്കിതിന് സ്കൂളിനകത്തേക്ക് കയറാനും അവിടെ എന്താ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനുള്ള ഓപ്ഷൻ ഈ ഒരു സമയം ആയതുകൊണ്ടില്ല. പക്ഷെ അത് നമുക്ക് ഇനി പകലൊക്കെ കണ്ട് ഇറങ്ങുന്ന സമയത്താണ് ഏതെങ്കിലും സ്കൂളിലൊക്കെ ഒന്ന് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് കാര്യങ്ങളെന്നൊക്കെ കാണാം. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നേപ്പാൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമാണെങ്കിൽ കൂടി അതൊരു കൾച്ചറാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഫുള്ള് മൊത്തത്തിലൊരു കൾച്ചർ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഇങ്ങനെ നൈസായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മഴ ചെറുതായിട്ട് പാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മളിത് അതിലിങ്ങനെ കയറി മേലോട്ട് പോവാട്ടോ. ഞങ്ങളിതാ അങ്ങനെ നമ്മുടെ താഴത്തെ ട്രക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ബാഗ് വെച്ച പ്ലേസിലേക്ക് എത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ആ കാണുന്ന ലൈറ്റ് കാണാനൊക്കെ വീടുകളാട്ടോ. ഒക്കെ മലകളിലൊക്കെ വീടുകളുണ്ട്. അപ്പോൾ ഞങ്ങളെ പതിവ് പോലെ തന്നെ ഞങ്ങളെ ഭത്തായം കഴിക്കാനുള്ള, അതായത് ഞങ്ങളെ ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളെ സ്റ്റൗ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന മാഗി തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു പ്ലേസിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഹായ്, ദീദി കാ ഘർ ഹേ. ദീദീൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നമ്മളെ ചാച്ചാ ഹായ് ബോലോ. യെസ്, ചാച്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇവിടെ വെള്ളം എടുക്കണ സ്പേസ് കാണിച്ചു കേട്ടോ. വെള്ളതാ നല്ല ഫ്രഷ് വാട്ടർ. നോക്ക് ശ്രദ്ധി. ഐസ അങ്ങനെ എടുക്കണം, മേലെ എടുക്കണത് അതുപോലെ. അങ്ങനെതാ ഞങ്ങൾ ഇതെടുത്തിട്ട് ഇത് വില വീടാണ് കേട്ടോ. ഇവിടെ ഷോപ്പുണ്ട്. ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ആദ്യം നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓർക്ക് എന്തായാലും ഞങ്ങൾ രാത്രി ഓർക്കുള്ള ഭക്ഷണം പോലെ ഉണ്ടാക്കുന്നത്, അതായത് ഒരു റൈസ് ഉണ്ടാക്കുന്നുണ്ട്, സോ ഒന്നും കൂടി ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായി. പക്ഷെ ഞങ്ങൾ വേണ്ട, ഞങ്ങൾ സാധാരണ നമ്മൾ ഇവിടെ മാഗിയെല്ലാം ഉണ്ടാക്കി കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾ മാഗി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മാഗിയാണ് ഉണ്ടാക്കാനുള്ള പരിപാടി. ഓരോ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് ഇതാ ചാച്ച ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ സ്പേസിലാണ് ഞങ്ങൾ ഇന്ന് കിടന്നുറങ്ങാം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഇവിടെ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ റൂം വന്ന് നിന്നോ പൈസയും കാര്യങ്ങളൊന്നും തരണ്ട, ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്തോന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വേണ്ട, ഞങ്ങളിവിടെ ടെൻ്റ് അടിച്ചോളാം, ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് ഞങ്ങൾ സാധാരണ കിടക്കില്ല, അങ്ങനെ കിടന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അതാ മാഗിക്കുള്ള വെള്ളമൊക്കെ എടുത്ത് ഞങ്ങൾ ഇനി ഫുഡ് ബനാത്താനുള്ള പരിപാടിയിലാണ്. മാഗി. അപ്പോൾ അതാ നമ്മളെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടോ. നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നേരെ ടെൻറ്റ് വിരിക്കണം. ഈ വ്യൂവിലാണ് നമ്മളിത് ടെൻറ്റ് അടിക്കാൻ പോണത്. ബാക്കി പരിപാടികളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് ഇത് ടെൻറ്റ് അടിക്കട്ടെ. സോ ഗൈസ്, അപ്പോൾ നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ ടെൻറ്റ് അടിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ പോയി കടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഇന്നത്തെ നമ്മൾ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ, ലവ് യു, താങ്ക് യു ഫോർ വാച്ചിങ്.